ഇന്ന് ഞാൻ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ 1-2 പോയി CV സബ്മിറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് ഇപ്പോൾ ഡൗൺ ടൗണിൽ വന്നു. ഡൗൺ ടൗൺ എന്ന് പറഞ്ഞാൽ ഈ ദുബായ് മോൾ, ബുർജ് ഖലീഫ ഇതെല്ലാം ഉള്ള ആ ഒരു സെൻട്രൽ പോർഷനാണ്. ആ ഒരു ഏരിയനെയാണ് ഡൗൺ ടൗൺ എന്ന് പറയുന്നത്. ഡൗൺ ടൗണിൽ വന്നിട്ട് ഓരോരുത്ത് എൻക്വയറി ഉണ്ടായിരുന്നു, ഹയറിംഗ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അവിടെ CV കൊടുക്കാനേ പറ്റുള്ളൂ. അവിടെ CV കൊടുക്കാൻ പറ്റിയത് വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഈ ഏരിയയിലൊക്കെ അങ്ങനെ എല്ലായിടത്തും പെട്ടെന്ന് ചുമ്മാ കയറി ചെല്ലാൻ ബുദ്ധിമുട്ടുണ്ട്. എല്ലായിടത്തും നമുക്ക് ആക്സസ് കിട്ടത്തില്ല. അപ്പം അങ്ങനെ CV കൊടുത്തു. ഇനി അടുത്ത ഒരു ലൊക്കേഷൻ നോക്കി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴി ഫൗണ്ടനൊക്കെ കണ്ടപ്പോൾ നല്ല രസം തോന്നി. അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ ഇതുവഴി ഫൗണ്ടനൊക്കെ കണ്ടിങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇതുവഴി ഇറങ്ങിയതല്ലേ, പിന്നെ ഇങ്ങനെ പോകുമ്പോഴേക്കും ഇത് കാണുന്നത്. ഇവിടെ രാത്രിയിൽ കാണാൻ നല്ല രസമാണ് കേട്ടോ. ഈ മരമൊക്കെ കണ്ട് ഇവിടെയൊക്കെ രാത്രി ലൈറ്റായിരിക്കും. ഇതുപോലെ എന്ത് ഭംഗിയാണല്ലേ, രാത്രി കാണാൻ നല്ല രസമാണ്. നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഇതിപ്പം ഒരു ഡിസംബർ മാസമാണ്, എന്നാൽ അതുകൊണ്ട് തന്നെ നല്ല ക്ലൈമറ്റാണ്. അങ്ങ് ദൂരെ ഒരു സ്നോമാനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കാണാമോ? ഡിസംബർ ആകുമ്പോഴത്തേന് ഇങ്ങനെയുള്ള കുറേ കാഴ്ചകളാണ്, നല്ല രസമാണ് കാണാനായിട്ട്. ദുബായ് മൊത്തത്തിൽ സൂപ്പറാണ്. എന്നാൽ ഈ ഡൗൺ ടൗൺ ഭാഗം എന്ന് പറയുന്നത് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലേസാണ്. ശരിക്കും നമ്മൾ ഇതുപോലെ സീറ്റുകളൊക്കെ ഉണ്ട്. നടന്നു പോകുന്ന കൂട്ടത്തിൽ നമുക്ക് ഇരിക്കാനുള്ള ബെഞ്ചുകളൊക്കെ ഉണ്ട്. അവിടെയെല്ലാം ഭയങ്കര ക്ലീനാണ്. നമുക്ക് വെറുതെ പോയിരുന്നാൽ മതി, ഒന്ന് തുടയ്ക്കുകയോ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിൻ്റെ ഒരു ടൈമാണ്. ഇവിടെ ഇതൊരു വലിയ ഗ്രൗണ്ടായിരുന്നു. അവിടെ കുറച്ച് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സ്റ്റേജൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇരിക്കാൻ കുറേ ബീൻ ബാഗ്സും കുറേ സെറ്റപ്പൊക്കെ ഉണ്ട്. നല്ല സുഖം. നടന്ന് കാലൊരു വഴിയായി. അന്വേഷിച്ച് വന്ന ഓഫീസും കണ്ടില്ല. നടന്ന് അവസാനം ഇവിടെ എത്തി നിൽക്കുകയാണ്. തോന്നുന്നു ഇവിടെ വന്ന് ഇങ്ങനെ കിടന്നപ്പോൾ എന്തൊരാശ്വാസമായിരുന്നു. അവിടെ ഇരുന്ന് ഞാനിപ്പോൾ മുകളിലത്തെ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അതെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ താഴത്തെ സ്റ്റേജും അവിടുത്തെ ഇരുന്ന സ്ഥലവും എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ ഒരു മുകളിലത്തെ ഒരു അപ്പർ പോർഷനാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ബുർജ് ഖലീഫ ഏറ്റവും അടുത്ത് കാണാൻ പറ്റുന്ന സ്ഥലമാണ്. അവിടെ കുറച്ച് പുൽത്തകിടിയാണ്. അവിടെ പോയി നമുക്ക് വേണമെങ്കിൽ കിടക്കാം. നല്ല സ്ഥലമാണ്, അങ്ങനെ അഴുക്കൊന്നുമില്ലാത്ത. ഭയങ്കര സൂപ്പറാണ് ഇവിടെ കിടന്നിട്ട് ഇങ്ങനെ ബുർജ് ഖലീഫ കാണാനായിട്ട്. നല്ല രസമാണ്. ഓരോ തവണയെങ്കിലും അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ അവിടുന്ന് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വേറെ ഭാഗത്തേക്ക് നടന്നു വന്നു. ദുബായ് മോളിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഈ വാട്ടർ ബോഡിയില്ലേ, ഇവിടെയാണ് രാത്രി ഇന്നലെ നമ്മൾ നല്ല വീഡിയോയിൽ ഞാൻ ഇട്ടിരുന്നു, കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഇട്ടിരുന്നു, വാട്ടർ ഫൗണ്ടനൊക്കെ. ഫൗണ്ടൻ ഷോ എല്ലാം നടക്കുന്നത് ഈ വെള്ളത്തിലാണ്. ദുബായ് മോൾ അവിടെ
ഇവിടെ ഇത് കാണാം, ബുർജ് ഖലീഫ നമുക്ക് ഇവിടെ നിന്നാൽ കാണാം. ഇവിടെ എപ്പോഴും ആൾക്കാരാണ്, നല്ല രസമാണ്.